കോഴിക്കോട് സൗത്തിൽ 3 കാൻഡിഡേറ്റ്സ്. ഈ 3 കാൻഡിഡേറ്റ്സ് 2 പേര് മുസ്ലിംസ്. അപ്പോൾ നമുക്കതിൽ വലിയൊരു പ്രശ്നമൊന്നും തോന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ ജാതി മതമൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റിൻ്റെ കഴിവ് നോക്കിയിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ കോഴിക്കോടിൻ്റെ ഡെമോഗ്രാഫി നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. 56% കോഴിക്കോടിലുള്ളത് ഹിന്ദുക്കളാണ്, 39% മുസ്ലിങ്ങളാണ്. അപ്പോൾ LDF UDF ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തുന്നതെങ്കിൽ ആ മുസ്ലിം കാൻഡിഡേറ്റിൻ്റെ പാർട്ടി തീർച്ചയായിട്ടും ജയിക്കും. കാരണം എന്താണ്, ആ 39% മുഴുവനും ഒറ്റയടിക്ക് ഒരു മുസ്ലിം വോട്ട് ബാങ്ക് മാതിരി ആ മുസ്ലിം കാൻഡിഡേറ്റിന് അങ്ങോട്ട് പോകും. പിന്നെ ഈ 56% എന്ന് പറയുന്നത് LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്, അതിലൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പോകും. അപ്പോൾ തീരുമാനമെടുക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. 56% ഹിന്ദുക്കളുണ്ടെങ്കിലും മുസ്ലിങ്ങളാണ് തീരുമാനിക്കുന്നത് ആരായിരിക്കും കോഴിക്കോട് ഭരിക്കുക. അതുമാത്രമല്ല, ആ ഭരിക്കുന്ന ആൾ മുസ്ലിം തന്നെ ആയിരിക്കണം. അതിനാണ് LDFിലും മുസ്ലിം കാൻഡിഡേറ്റ്, UDFിലും മുസ്ലിം കാൻഡിഡേറ്റ്. ഇനിയിപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും ഭാഗത്ത് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ LDF ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ UDF മുസ്ലിമിനെ നിർത്തിയില്ലെങ്കിൽ 39% വോട്ട് അവരെ പോയി ഓൾറെഡി. അത് കിട്ടാൻ പോകുന്നില്ല, അത് ആ മുസ്ലിമിനെ കിട്ടുള്ളൂ. അപ്പോൾ അവരും ആരെ നിർത്തും? ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തും. ഇതാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ. ഇത് കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കുന്ന കുറേ നമ്മളെ ഹിന്ദുക്കളുണ്ട്, വിഡ്ഢികൾ. ക്രിസ്ത്യാനികളുണ്ട്, വിഡ്ഢികൾ. ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ചെയ്തിട്ട് ഇവർ ജയിച്ച് കയറും. അപ്പോൾ ആരാ കയറുക? എന്തായാലും ഒരു മുസ്ലിം ആയിരിക്കും ജയിക്കുക. ആ മുസ്ലിം കയറിക്കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് ചെയ്യും? അവർ പിന്നെ മുസ്ലിംസിന് മാത്രം കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതായിട്ടുള്ള സ്കീംസ് കൊണ്ടുവരും. കാരണം അവർക്ക് വോട്ട് ചെയ്ത ആരാണ്? മുസ്ലിങ്ങളല്ല വോട്ട് ചെയ്തത്. ഞങ്ങൾക്ക് മതമാണ്. അപ്പോൾ അവരവരുടെ കാൻഡിഡേറ്റ് അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കും, ബാക്കിയുള്ളവരെ അവർ തഴയും. കേരളത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, 16% ക്രിസ്ത്യാനികൾ, 27% മുസ്ലിങ്ങൾ. കൂടുതൽ മൈനോറിറ്റി ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? ക്രിസ്ത്യാനികളാണ്, അല്ലേ? പക്ഷേ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന, ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് മേടിക്കുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? നിങ്ങൾ ഏതെങ്കിലും പുരോഹിതന്മാരോട് പോയി ചോദിച്ചാൽ മതി, അവരും പറഞ്ഞുതരും. ഏത് ഗവൺമെൻറ് പരീക്ഷ വന്നാലും, അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും, അത് സ്ഥാപനത്തിന് വേണ്ടിയാണെങ്കിലും, അത് ജോലിക്ക് വേണ്ടിയാണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റീനാണ് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുക, കൂടുതൽ പ്രാധാന്യം കിട്ടുക. എന്തായാലും കാരണം അവരാൾക്കാരല്ലേ തലപ്പത്തിരിക്കുന്നത്. ഇവിടെ 56 ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ഇതേമാതിരി ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തിരിച്ചു ചെയ്താൽ, എന്ന് വെച്ചാൽ ഞങ്ങൾ ഹിന്ദു കാൻഡിഡേറ്റിനെ വോട്ട് കൊടുക്കുള്ളൂ എന്നൊരു തീരുമാനമെടുത്തിട്ട്, ഇപ്പോൾ കോഴിക്കോട് സൗത്തിൽ ഞങ്ങളുടെ കാൻഡിഡേറ്റ് BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് T റനീഷാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ 56% എല്ലാവരും T റനീഷിനെ വോട്ട് ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം എടുത്തെന്നിരിക്കട്ടെ. അന്ന് നിൽക്കും ഈ 39% കൊണ്ടുള്ള വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. അപ്പോൾ 2 മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തിയവൻ പൊട്ടനാവും. മനസ്സിലായോ? ഹിന്ദുക്കളുടെ വോട്ട് ഡിവൈഡായി പോകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഏതെങ്കിലും ഒരു മുസ്ലിം, LDFിൻ്റെ മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ UDFിൻ്റെ മുസ്ലിം ആയിരിക്കും, അവൻ ജയിക്കും. ഹിന്ദുക്കൾ ഇതേമാതിരി ഇപ്പോൾ മുസ്ലിങ്ങൾ ഒറ്റയടിക്ക് ഒരൊറ്റ മുസ്ലിം കക്ഷിക്ക് വോട്ട് ചെയ്യാൻ എടുത്ത് നിൽക്കുന്നത് പോലെ അങ്ങനെ ഒരു തയ്യാറെടുപ്പിൽ നിന്നാൽ, ഞങ്ങൾ ഹിന്ദു കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യുള്ളൂ എന്നൊരു തീരുമാനം എടുത്താൽ, ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് UDFിനും കളിക്കാൻ പറ്റൂല, LDFിനും കളിക്കാൻ പറ്റൂല. അവരൊരു ഹിന്ദു കാൻഡിഡേറ്റിനെ നിർത്തിയേ പറ്റൂ. LDF നിർത്തും ചിലപ്പോൾ, അല്ലെങ്കിൽ UDF നിർത്തും. പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ ഐക്യത ഇല്ലാത്തത് മുതലെടുക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. മതം നോക്കിയിട്ടല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയും കൂടി ഞാൻ പറയുന്നത്, ഇത് വെറും മതം മാത്രം നോക്കിയിട്ടാണ് ഈ 2 കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
LDF, UDF. കാരണം എന്താണ്? അവരുടെ വിചാരം അവർ മനസ്സിൽ ഓൾറെഡി തീരുമാനിച്ച് കൂട്ടിക്കിഴിച്ച് നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദുക്കളുടെ വോട്ട് എന്തായാലും മുഴുവനായിട്ട് ഒരു ആൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് കുറേ അങ്ങോട്ട് പോകും, കുറേ ഇങ്ങോട്ട് പോകും. പക്ഷെ മുഴുവനായിട്ട് വോട്ട് ഷെയർ കിട്ടാൻ സാധ്യതയുള്ള കിട്ടാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് ഏതാണ്? മുസ്ലിം വോട്ടാണ്. അപ്പോൾ ഒരാൾ മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ മറ്റേ ആൾ നിർത്തിയില്ലെങ്കിൽ അവർ തോക്കും. അതുകൊണ്ടാണ് UDF ആയാലും LDF ആയാലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഒരു കൂട്ടം മുസ്ലിം കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തപ്പോൾ മറ്റേ കൂട്ടത്തിന് തിരഞ്ഞെടുക്കാതിരിക്കാൻ പറ്റൂല. തിരഞ്ഞെടുക്കാതിരുന്ന അവർ തോറ്റ്, ഇലക്ഷൻ തന്നെ കഴിഞ്ഞ്. ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ഹിന്ദുക്കളാണ്. കാരണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു കാൻഡിഡേറ്റിന് ഞങ്ങൾ ഹിന്ദുവിനെ വോട്ട് ചെയ്യുള്ളൂ എന്നൊരു വോട്ടിങ് നമുക്കില്ല. നമ്മളൊന്നുകിൽ LDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ UDF വോട്ട് ചെയ്യും. നമുക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യും. പക്ഷെ അവരങ്ങനെയല്ല. അതുകൊണ്ട് ഇത് കേരളത്തിലെ ഹിന്ദുക്കൾക്കും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ഒരു വാർണിംഗ് ആണ്. 39% മാത്രമുള്ള കമ്മ്യൂണിറ്റിയാണ് ഈ കോഴിക്കോട് ഭരിക്കാൻ പോകുന്നത്. ഇത് കോഴിക്കോടിലെ മാത്രം ചിത്രമല്ല, ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. 39% മാത്രമുള്ളവർ അവർ ഭരിക്കുകയും ചെയ്യും. കൂടാതെ അവർക്ക് മൈനോറിറ്റി റൈറ്റ്സും കിട്ടും. മൈനോറിറ്റീസിന് കിട്ടുന്ന റൈറ്റ്സ് മുഴുവൻ കിട്ടുന്നത് മുസ്ലിംസിനാണ്. അതും കിട്ടും, അവർ ഭരണകക്ഷിയും. എങ്ങനെയുണ്ട്? ഞാൻ ഭരിക്കുകയും ചെയ്യും, ഞങ്ങളാണ് ഭരിക്കുന്നതും, മൈനോറിറ്റി റൈറ്റ്സ് കിട്ടുന്നതും ഞങ്ങൾക്ക് തന്നെ. എങ്ങനെയുണ്ട്? ഡബിൾ ലാഭം. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷേ തരികിട കാണിച്ചാൽ ഞങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഫെയർനെസ് അൺഫെയർനെസ് എല്ലാവർക്കും തുല്യമാണ്. അത് മുസ്ലിം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി. നിങ്ങൾ അൺഫെയർനെസ് കാണിച്ചാൽ മനോജ് അതിനെ ചോദ്യം ചെയ്തിരിക്കും. അത് ഹിന്ദുക്കൾ കാണിക്കുമ്പോൾ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പറയുന്നത് അത് ശരിയാണ്. ക്രിസ്ത്യാനികൾ കാണിക്കുമ്പോൾ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾ പറയുന്നത് അത് ശരിയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ കാണിച്ചാൽ ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല. അതെന്താ? അവർ മാത്രമേ ഉള്ളൂ വേറെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത കമ്മ്യൂണിറ്റി? മുസ്ലിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ മെജോറിറ്റി ആയിരിക്കുന്നോ, ഇത് ചെവി തുറന്നു കേട്ടോളൂ, ഏതൊക്കെ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മെജോറിറ്റി ആയിരിക്കുന്നോ ആ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകമായ സഹായങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. മെജോറിറ്റി ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം. അറേബ്യയിലാകട്ടെ, അറേബ്യൻ നാടുകളുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനിലാകട്ടെ, ബംഗ്ലാദേശിലാകട്ടെ, അഫ്ഗാനിസ്ഥാനിലാകട്ടെ, എല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണോ മുസ്ലിങ്ങൾ മെജോറിറ്റി ആയിട്ടുള്ളത് അവിടെ മുസ്ലിംസിന് സ്പെഷ്യൽ ബെനിഫിറ്റ് കിട്ടും. മെജോറിറ്റി ആയതുകൊണ്ട് മാത്രം. മൈനോറിറ്റീസിന് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടാവുകയില്ല. അറേബ്യയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും മറ്റ് മതക്കാർക്ക് അവർ സിറ്റിസൺഷിപ്പ് കൊടുക്കുമോ? കൊടുക്കൂല. സെക്കൻഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റാണ് കിട്ടുക, സെക്കൻഡ് ക്ലാസ് വേജസാണ് കിട്ടുക. ഏതെങ്കിലും ഒരു കേസിൽ കുടുങ്ങിയാൽ അവർ രക്ഷപ്പെടില്ല, അങ്ങനെയുള്ള ശിക്ഷകളാണ് കിട്ടുക. അപ്പോൾ അവരുടെ കൺട്രിയിൽ, മുസ്ലിംസ് ധാരാളമുള്ള കൺട്രിയിൽ, മുസ്ലിംസ് മെജോറിറ്റി ഉള്ള കൺട്രിയിൽ എല്ലാ ബെനിഫിറ്റും മുസ്ലിങ്ങൾക്ക്. ഓക്കെ. പക്ഷേ മുസ്ലിംസ് മൈനോറിറ്റി ഉള്ള കൺട്രീസ്, യൂറോപ്പ്, അമേരിക്ക, ഭാരതം, അവിടെയും അവർക്ക് ബെനിഫിറ്റ്. മൈനോറിറ്റി റൈറ്റ്സ് അവരുടെ ഏതെങ്കിലും രാജ്യങ്ങളിൽ അവർ മൈനോറിറ്റി റൈറ്റ്സ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? അറേബ്യയിൽ ഹിന്ദുക്കൾക്ക് മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ടോ? പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഹിന്ദുക്കൾക്ക് മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ടോ? അവർക്ക് ജീവിക്കാനുള്ള റൈറ്റ് പോലും ഇല്ല. അതുകൊണ്ടാണ് ഭാരതം CAA എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത്. അവർക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അവിടെ പീഡിപ്പിക്കപ്പെട്ടാൽ. അപ്പോൾ അതിനെ എതിർക്കുകയാണ്. അതിനെ എതിർക്കാൻ കൂട്ടുനിന്ന ഭാരതത്തിലെ വിഡ്ഢികളായ ഹിന്ദുക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഹാവിഡ്ഢികളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് CAA പോലുള്ള ഒരു നല്ല നിയമത്തെ നിങ്ങൾ എതിർത്തത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടില്ല, ഹിന്ദുക്കളെ കൊല്ലുകയാണ്, കത്തിച്ച് കൊല്ലുകയാണ്. അവരുടെ പ്രവാചകനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ, ഞാനൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ നിങ്ങളുടെ പ്രവാചകനെതിരെ. എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനേ ഇല്ല. എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. അത് ക്രിസ്ത്യാനികളുടെ പ്രവാചകനും ദൈവമാണ്. എനിക്കിത് മുസ്ലിങ്ങളുടെ പ്രവാചകനെ കുറിച്ചൊന്നും പറയാനില്ല. നല്ല കാര്യങ്ങളല്ലാതെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഓവർലുക്ക് ചെയ്യണം. കാരണം ഞങ്ങൾക്കൊക്കെ പേടിയാണ്. എപ്പോഴാണ് നീറ്റുകൾ വന്നിട്ട് നമ്മളെ കൊല്ലുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്താണോ നിങ്ങൾക്കൊക്കെ
നിങ്ങൾ കൃഷ്ണനെ പറ്റി എന്തൊക്കെ പറയുന്നു, രാമനെ പറ്റി എന്തൊക്കെ പറയുന്നു? നിങ്ങളുടെ പ്രവാചകന്മാരും നിങ്ങളുടെ വലിയ വലിയ ഇമാമുകളും നിന്ന് പ്രസംഗിക്കുകയാണ് കൃഷ്ണനെതിരെ, രാമനെതിരെ, യേശുവിനെതിരെ, യഹൂദന്മാർക്കെതിരെ, അമേരിക്കയ്ക്കെതിരെ. എന്നാലും വേറെ ആരും നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കരുത്, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അപ്പോഴത്തേക്കും നിങ്ങൾ അവരെ കൊല്ലും, വെട്ടിക്കൊല്ലും. എന്താണോ അത്? ബാക്കിയുള്ളവരൊക്കെ ഫൂളായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മുസ്ലിങ്ങൾ മെജോറിറ്റി ആയിരിക്കുന്ന സ്ഥലത്തൊക്കെ മുസ്ലിങ്ങൾക്ക് മെജോറിറ്റി ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ്, മൈനോറിറ്റി ആയിരിക്കുന്ന സ്ഥലത്തൊക്കെ മൈനോറിറ്റി ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ്. ഇനി ഭാരതത്തിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര 15%, ഒരു 100 കൊല്ലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മെജോറിറ്റി ആയെന്നിരിക്കും. അപ്പോൾ ഇപ്പോൾ മൈനോറിറ്റി ബെനിഫിറ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ കമ്മ്യൂണിറ്റി അന്ന് മെജോറിറ്റി ബെനിഫിറ്റ് മേടിക്കും. ബാക്കിയുള്ളവരെല്ലാം അടിമകളുമാണ്. ഇത് ന്യായമാണോ? ഏതെങ്കിലും ആംഗിളിൽ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൈവച്ചുകൊണ്ട് ചിന്തിച്ച് നോക്കുക, ഇത് ന്യായമാണോ? ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നടത്തുന്നത് ന്യായമാണോ, നീതിയാണോ? നിങ്ങൾ 39% മാത്രമുള്ള ഒരു സ്ഥലത്ത് മുസ്ലിമേ ഭരിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ് നിങ്ങൾ. UDFും LDFും ഫോഴ്സ്ഡ് ആവുകയാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഏതെങ്കിലും ഒരുത്തൻ തിരഞ്ഞെടുത്തില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മുഴുവൻ വോട്ടും അങ്ങോട്ട് പോകും. എങ്ങോട്ട് പോകും? മുസ്ലിം കാൻഡിഡേറ്റിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ ഇത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലാന്ന്? ഇതിനെയാണ് ക്ലാസിക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. 56% ആളുകളുടെ വോയിസ് ഇല്ലാതായി കംപ്ലീറ്റ്ലി. 39% ആളുകളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കുന്നു. പ്രധാനപ്പെട്ട 2 പാർട്ടികളും ആ 39% ആളുകളെയാണ് അവരുടെ അധികാരികളായിട്ട് നിർത്തുന്നത്. ഈ 39% നിന്ന് വരുന്ന മൈനോറിറ്റി ലീഡറായിരിക്കും ഇവിടുത്തെ ലീഡർ. അവൻ ലീഡറുമാണ്, അവൻ എല്ലാ പൊളിറ്റിക്കൽ ബെനിഫിറ്റും കിട്ടും ലീഡർ ആയതുകൊണ്ട്. അവൻ്റെ കമ്മ്യൂണിറ്റിക്ക് അവൻ അത് കൊടുക്കുകയും ചെയ്യും. അത് കൂടാതെ ഭാരതത്തിലും കേരളത്തിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് എന്നുള്ളതിൻ്റെ റൈറ്റ്സും മുസ്ലിങ്ങൾക്ക് തന്നെ കിട്ടും. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ന്യായം, നീതി എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മോശപ്പെട്ട ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ചോദ്യം ചെയ്യുന്നില്ല? അറബി രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങൾ അധികമുള്ള സ്ഥലങ്ങളിൽ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിടെ മുസ്ലിങ്ങൾ അധികമുള്ള സ്ഥലങ്ങളിൽ ഒക്കെ നിങ്ങൾ മെജോറിറ്റി ആയതുകൊണ്ട് മെജോറിറ്റി റൈറ്റ്സ്. ഭാരതം, അമേരിക്ക, യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ മൈനോറിറ്റി ആകുമ്പോൾ മൈനോറിറ്റി റൈറ്റ്സ്. 2 ഭാഗത്തും നിങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ വേണം. അത് ന്യായമാണോ? നീതിയാണോ? അത് കൈവച്ച് ചങ്കൂറ്റമുണ്ടോ ചോദ്യം ചെയ്യാൻ, എൻ്റെ ഹൃദയത്തിലെ അനീതിയെ ചോദ്യം ചെയ്യാൻ? നിങ്ങൾ മറ്റുള്ളവരെ നോക്കിയിട്ട് അവരുടെ അനീതിയെയും അവരുടെ ശരീരത്തിലുള്ള പൊടിയെയും അവരുടെ മാനസികമായിട്ടുള്ള പൊടിയെയും വിലയിരുത്താൻ നടക്കുകയാണ്. നിങ്ങളുടെ മുഴുവൻ കമ്മ്യൂണിറ്റി ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്നില്ല. ജപ്പാൻ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ടെററിസം ഉണ്ട്. ജപ്പാനിൽ ടെററിസം ഇല്ല. എന്താ കാരണം എന്ന് അന്വേഷിച്ച് നോക്ക്. ജപ്പാനിൽ ഒരു വിഭാഗം ആളുകളില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് മുസ്ലിംസാണ്. എന്താണ് അതെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ നിങ്ങളെ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നില്ല. കാരണം ജിഹാദിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. ആ ജിഹാദിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഒരു വ്യക്തിക്ക് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയുള്ള തടസ്സങ്ങളെ ഒഴിവാക്കുന്ന, അവനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണത്തെയാണ് യഥാർത്ഥ ജിഹാദ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ആ ജിഹാദാണോ ഇന്ന് നടക്കുന്നത്? നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുകയാണ്. അവർക്ക് അറിയ പോലുമില്ല നിങ്ങൾ എന്തിനാണ് അവരെ കൊല്ലുന്നതെന്ന്. അത് ജിഹാദാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനുവേണ്ടി ഇവിടെ റാലി വിളിക്കാനും ജാഥ വിളിക്കാനും ആളുകൾ. ഇതൊക്കെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ചോദ്യം ചെയ്യണം. ദൈവം എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ആർക്കും പ്രത്യേക ഫേവറിറ്റിസം ദൈവത്തിൻ്റെ കണ്ണിലില്ല. അത് ഓർക്കണേ.